ഉണ്ണിയങ്കൾ, നമ്മളൊരു നല്ല മെലഡി കേൾക്കാനായിട്ട് അങ്ങ് കാസർഗോഡ് നിന്ന് ഒരാളെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന അത് കേൾക്കാൻ. അതെ. അപ്പൊ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് എല്ലാവർക്കും ഇത് കണ്ട പ്രേക്ഷകർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു, ആള് വന്നിട്ട് അധികം സംസാരിച്ചില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് വന്നിട്ട് വേണം നോക്കാൻ. അതെ, ഇന്ന് ഇതിന് പരിഹാരം കിട്ടുമോ എന്നൊക്കെ നോക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റുജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ് ഹായ് ഹായ്. ഇന്ന് സ്മാർട്ട് ആയിട്ടാ വരണേ. അതെ അതെ അതെ, ഇതാണ് എന്റെ ഉജ്ജ്വലൻ. ഇന്ന് നല്ല ഉജ്ജ്വലത്തോടുകൂടിയാണ്. എല്ലാവർക്കും സുഖം. അവിടെയോ? അവിടെയോ സുഖം. മുടി വെട്ടിയല്ലേ? മുടി വെട്ടി. അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ചന്ദനപ്പൊട്ട്. അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടാ ചന്ദനപ്പൊട്ട്. അല്ലെങ്കിലും ചുന്ദരനല്ലേ? അതെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചുന്ദരനാണെന്ന്? ഇതാണോ പൊന്നമ്പളി പൊട്ട്? പൊട്ടെന്ന് വെച്ചാ മറ്റേ പെണ്ണുങ്ങൾ ഇടുന്ന അങ്ങനത്തെ പൊട്ടാന്നല്ലോ. അപ്പൊ പാടുന്ന പാട്ടേതാ? പൊന്നമ്പളി പൊട്ടെന്ന്. അതാ ഞാൻ ചോദിച്ചത്. ഓ, അത് പാവം. ഈ പാട്ട് വളരെ സ്നേഹത്തോടെ പാടാൻ പറ്റട്ടെ. ഓക്കേ, ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സന്തോഷമായിട്ട് പാട്. യെസ്. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ, പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ, മെടഞ്ഞിട്ട കാർക്കൂന്തൽ ചുരുൾ തുമ്പു കണ്ടിട്ടോ തുടുച്ചെമ്പകപ്പൂവാ കവിൽ കൂമ്പു കണ്ടിട്ടോ മനസ്സകവേ കുതിരും അമൃതമഴയായി. ഓ, പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ. പൂവ് പോലെ കൊമ്പും കണ്ണിൽ നാണമായി മന്ദം മന്ദം എന്നെ നോക്കി മൗനം പൂണ്ടവൾ, ചുണ്ടിൽ ചെണ്ടുമല്ലി തോൽക്കും പൂന്തേ ചിന്തവേ, കണ്ണിൽ കൽനകത്താൻ സ്വപ്ന ചിത്രം തീർത്തവൾ, അവളിൻ നെഞ്ചിൽ ഉണരും പ്രേമ കലതൻ ദേവിയായി, ഹൃദയം പൂത്തുവിരിയും ദീപനിര തന്നാളമായി, ഉള്ളിനുള്ളിൽ ചന്ദ്രിക മെഴുകിയ സന്ധ്യാശോഭയായി, പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോ. തന്റെ കൈ കുറുമ്പാൽ ജാലം കാട്ടവേ, പാവം നിന്ന പെണ്ണിൻ ലോലഭാവം മാറിയോ, കണ്ണിൽ കണ്ട സ്വപ്നമെല്ലാം കനലായി വിങ്ങിയോ, കലിയായി തുള്ളിയുറയും രുതിരമുതിരും കാളിയായി, അലറും പൊള്ളും ഇടിവാൾ പോലെ പുളയും കോപമായി, പിന്നെ മുന്നിൽ തീമഴ പെയ്തവളെങ്ങോ മാഞ്ഞുപോയി, പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് ലാവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോ.
വന്നപ്പോൾ മെടഞ്ഞിട്ട കാർക്കൂന്തൽ ചുരുൾ തൊമ്പു കണ്ടിട്ടോ തുടു ചെമ്പകപ്പൂവാ കവിൾ കൂമ്പു കണ്ടിട്ടോ മനസ്സാകവേ കുതിരും അമൃതമഴയായി പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞുമാലയിട്ട് നിലാവ് പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോൾ നൈസ് ഗുഡ് യെസ് റിജുൽ കുട്ടൻ, എന്തോ വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം വളരെ മൂകമായിരുന്നു, ശോകമായിരുന്നു. പ്രാവശ്യം കുറച്ചും കൂടി പ്രകാശം വന്നു. ആ ഗുഡ്, നല്ല പ്ലസൻ്റായി. ഇപ്പോൾ ജെറി മാസ്റ്ററുടെ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ലിറിക്സ് എല്ലാം വിട്ടുപോയി. എന്ത് പറ്റി? മറന്നുപോയാ? മറന്നുപോയി പെട്ടെന്ന് വരി ഇങ്ങനെ സ്പീഡ് ഇപ്പൊ ഓർമ്മ വരണ്ട? ഇപ്പൊ ഓർമ്മ വരണ്ട? വരുന്നുണ്ട്. ആ വരുന്നുണ്ട്. ഒന്ന് പാടിയേ നോക്കട്ടെ, ഒന്ന് ശ്രുതി കൊടുത്തു. ചുണ്ടിൽ പൂത്ത ചിരിയോ നീറും ചതിയായി തീർന്നുവോ. ആ ആ ചതിയല്ലോ. ചതിച്ചളഞ്ഞല്ലോ അവിടെ. അതെ, കൃത്യമാവരിയിൽ തന്നെയല്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് മറക്കുന്ന മോനെ? പെട്ടെന്ന് വരി കിട്ടുക. നല്ലോണം പഠിച്ചിട്ട് വന്നല്ലേ, സാറില്ല. ഇനി നെക്സ്റ്റ് ടൈം അത് വളരെ ശ്രദ്ധിക്കണം. ലിറിക്സ് നമുക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ കേട്ടോ. ശ്രദ്ധിക്കണേ. പല സ്ഥലത്തും അങ്ങനെ ക്രാക്ക് ചെയ്യുന്നു വോയിസ്, അതും ശ്രദ്ധിക്കണം കേട്ടോ. കോമ്പറ്റീഷനില്ല, അപ്പൊ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ഭംഗിയാക്കണം. ഓക്കെ റിജ്വൽ, എന്തോ എനിക്ക് ഇന്ന് പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ചന്ദ്രിക മെഴുകിയ സന്ധ്യാശോഭയായി. അത് നല്ല ബ്രത്ത് കൺട്രോളോടുകൂടി ആ ഭാഗം കറക്റ്റായിട്ട് പിന്നെ പല്ലവിയും സ്റ്റാർട്ട് ചെയ്തു. ആ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് ഒരു ഫോമിലല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. വരി മറന്നുപോയി, വോയിസ് ഒന്ന് ക്രാക്കായി. ഉണ്ണിയങ്കള സൂചിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗായകനാ അല്ലേ? മിടുക്കനല്ലേ, മിടുക്കനായിട്ടുള്ള ഗായകനാണ്. ഈ വരിയൊന്നും മറക്കാൻ പാടില്ലല്ലോ. വരി എന്താ മറന്നേ? ഇപ്പൊ ഇത്ര നാളായില്ലേ, ഇപ്പൊ എത്ര പാട്ടുകൾ പാടി ഇവിടെ. ഇന്ന് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല തോന്നോ പാടിയപ്പോ. ഞാൻ വിചാരിച്ചു ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കണ്ടപ്പോ നന്നായി ഇന്ന് കലക്കും എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇന്ന് ആ നല്ല ചുറുചുറുക്കോട് കൂടി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് സ്മാർട്ടായിട്ട് എല്ലാം സംസാരിക്കുന്നു. പാട്ടൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചേ. പിന്നെ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, പിന്നൂടാ എന്തോ ഒരു കാര്യം ചോദിക്കാൻ മറന്നേ. ഈ ജെറോം തോമസ് വേളിപ്പറമ്പിലിന് പരിചയമുണ്ടോ? ഇല്ല. ഒന്ന് ആലോചിച്ചോക്കെ. എന്താ അതിനറിയാമോ? ഈ പേര് ഞാൻ ഇവിടെ നന്നായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. കുണിച്ചേണ്ട അറിയാം? ജെറോം തോമസ് റൈറ്റർ അല്ലേ? റൈറ്റർ ആണ്, പക്ഷെ മ്യൂസിക് റൈറ്റിംഗ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, പരിചയമുണ്ടോ? നല്ല പരിചയ ആണല്ലേ, നല്ല പരിചയം പരിചയല്ലേ? ജെറി സാറിന്റെ ഒറിജിനൽ നെയിം ആണല്ലേ? ഒറിജിനൽ നെയിം അതാണല്ലേ? അതാണ്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ. മാത്രമല്ല ഈ ഏപ്രിലല്ലേ നമ്മുടെ വിഷുക്കാലല്ലേ അല്ലേ? ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷു ഏപ്രിൽ 15-നാണ്, 14-നല്ല. ഏപ്രിൽ 15 ആണ് നമ്മുടെ ജെറി സാറിന്റെ പിറന്നാളും. ജെറി സാറിന് ഒരു ബർത്ത്ഡേ വിഷസ്. ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് ലെജൻഡ് അല്ലേ? അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് സല്യൂട്ട് ദ മാസ്റ്റർ. സല്യൂട്ട് ദ മാസ്റ്റർ, യെസ് ഓഫ് കോഴ്സ്. അപ്പൊ മാസ്റ്ററുടെ പാട്ട് നല്ല രീതിയിൽ പാടാനായിട്ട് നമ്മുടെ റിജുൽ കുട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അത് ടേക്ക് ഓഫ് ചെയ്യാറ്. അത് അങ്ങനെ ഒരു ദിവസം ഒരു ഓഫ് ഡേ അറ്റ് ഓഫീസ് എന്ന് പറയും. എന്താ പറയുക, ഇന്നൊരു ഓഫ് ഡേ. സാരമില്ല, നാളെ പ്രകാശപൂരിതമാകണം അന്തരംഗം. മകനെ റിജുല, അവനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പറഞ്ഞു മനസ്സിലായടേ? ഇല്ല, അത്ര മനസ്സിലായിട്ടില്ല. അത്ര മനസ്സിലായി. എത്ര മനസ്സിലായി? കുറച്ച്. അതായത് ഇന്ന് കുഴപ്പമില്ല, പക്ഷെ അടുത്ത പെർഫോമൻസിന് റിജ്വൽ കുട്ടൻ പൊളിച്ചടുക്കും. അതാണ് അങ്കിൾ പറഞ്ഞത്. ഇല്ലേ? ഉറപ്പാണ്. പ്രകാശം വിരിയുന്നോട്ട് പറഞ്ഞിട്ടാകുമ്പോ അടുത്ത എലി നല്ലോണം പാടുന്ന വിചാരിച്ചിട്ടുണ്ടായി. അതാണ് പറഞ്ഞത്. മിടുക്കനായിട്ടോ അവന്, അതെല്ലാം കിട്ടൂലേ. വളരെ മിടുക്കനായതുകൊണ്ടാണ് ആ വരികൾ മറന്നുപോയിട്ടും അവിടെ പാടി ഹം ചെയ്ത് രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷപ്പെടാൻ അറിയാവുന്ന ആരാ? ഞാൻ തന്നെ. പല്ലവിയുടെ അവസാനം ഇല്ലേ, അതൊന്ന് പാടിയേ. മനസ്സാകവേ കുതിരും അമൃതമഴയായി. ഇപ്പൊ നന്നായി. ഇതുപോലെ അപ്പ പാടുന്നത് അതെ, സൂപ്പർ ആയിരുന്നേ. പിന്നെ ശ്വാസം എടുക്കുന്നത്, ഈ വാക്കുകളുടെ ഇടയ്ക്ക് ശ്വാസം എടുക്കുന്നത്. പുന്നമ്പിളി പൊട്ടും തൊട്ട് അവിടെ എടുക്കാൻ പാടില്ല. വാക്കുകളുടെ ഇടയിലേ റുജ്വൽ എന്നുള്ള പേര് ഒന്നിച്ചല്ലേ?
റുജ്വൽ എന്ന് പാടിയാലോ? റുജ്വൽ എന്ന് പാടുന്നല്ലേ? ഉം. അങ്ങനെയാണ്. അപ്പൊ 1-2 സ്ഥലത്ത് അങ്കിളിന് അത് കാണാൻ പറ്റി. മോനത് ഇടയ്ക്ക് കാലം അത് അങ്ങനെ 1-2 ലൈൻസിൽ അവിടുത്തെ വാക്കുകളുടെ ഇടയിൽ ശ്വാസം എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കരുതേ കേട്ടോ. ശ്വാസം കിട്ടാത്തോണ്ടാണോ? ശ്വാസം കിട്ടാഞ്ഞിട്ട്. ശ്വാസം കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ BG കഴിഞ്ഞിട്ട് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് മൈക്ക് താഴെയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ആമ്പൽ പൂ പോലെ പെട്ടെന്ന് എടുത്ത് പാടുമ്പോഴത്തേക്കും നമുക്ക് അത് ബുദ്ധിമുട്ടാവും. കറക്റ്റ് ശ്രുതി ചേരാതെയും ആ ഒരു അതിനു മുമ്പ് തന്നെ മൈക്ക് ഏകദേശം നമ്മുടെ 2 ചരണങ്ങളും തുടങ്ങിയത് കുറച്ചൊന്ന് ഷേക്ക് ഷേക്ക്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം റിജുലൂട്ടാ. സാരമില്ല, ഇന്ന ദിവസം നമ്മൾ മറന്നു അല്ലേ? മറന്നേ പറ്റൂ. ഓക്കെ. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉണ്ണിച്ചേട്ടന്റെ വേറൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇതിലൊരു കോഡ്, ആ ഒരു മൈനർ കോഡ് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഫീൽ വന്നത്. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ. ആഹാ, വാട്ട് എ സോങ്. അതെ അതെ. ആൻഡ് ദിസ് മാൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ആ പാട്ടിൽ ഇങ്ങനെ തേൻ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് തോന്നുന്ന ഒരു 10,000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ചേട്ടാ, ഈ 1001ാമത്തെ പ്രാവശ്യം ചേട്ടൻ ഒന്ന് പാടിത്തരാമോ? ഇത് ശരിക്കും ദാസേട്ടന്റെ ട്രാക്ക് പാടിയ പാട്ടല്ലേ? ട്രാക്ക് എടുത്താണ്. എന്നിട്ട് അങ്ങനെ ഒരു കഥയുണ്ടോ? ഉണ്ണിച്ചേട്ടന്റെ ശബ്ദം തന്നെ വെച്ചാമെന്ന് ദാസേട്ടൻ പറഞ്ഞു. അല്ല, അത് ശരിക്കും ഉണ്ടായത് ഈ പാട്ട് ട്രാക്ക് പാടി ലൈവായിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ശ്യാം സാർ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് IV ശശിയോട്, അത് ദാസേട്ടന് വേണ്ടി ഫിക്സ് ചെയ്താണ്. ആ സമയത്താണ് ശ്യാം സാർ എന്നോട് പറയുന്നത്, മോനെ ഇത് പോയിട്ട് IV ശശിയോടൊന്ന് പറയണം, ഈ പാട്ട് മോൻ്റെ ക്രെഡിറ്റിൽ തന്നെ തരണം എന്ന് പറയാം. അപ്പം എനിക്കത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്യാം സാർ അത് വേണ്ട, നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ശശിയേട്ടൻ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ശ്യാം സാർ എന്നെ വളരെ നിർബന്ധിച്ചു, ഇല്ല പറ്റില്ല, ശശിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പറയണം. അങ്ങനെ ശശിയേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോന്നു. അപ്പോൾ ശശിയേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സീമ ചേച്ചി പറഞ്ഞു, മറ്റേ ശ്രീനിയേട്ടൻ പറഞ്ഞു പറഞ്ഞ പേര് ഭരണിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാണാൻ പറ്റിയില്ല. അന്ന് ഫോണിനൊക്കെ മറ്റേ ലാൻഡ് ലൈൻ മാത്രമല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ വേറൊരു ദിവസം പോന്നു. അങ്ങനെ ശശിയേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യം പറയുന്നു, ശ്യാം സാർ പറഞ്ഞിട്ടാണ് വന്നത്, ഈ പാട്ടിങ്ങനെ ശശിയേട്ടനെ പാടിയത് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ശശിയേട്ടൻ പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ, ഞാൻ യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുമോ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതിനെപ്പറ്റി മറന്നു അത്. പക്ഷേ സിനിമ വന്ന സമയത്ത് അത് എൻ്റെ പേരിൽ തന്നെ ദാസേട്ടൻ പറഞ്ഞല്ലോ. ദാസേട്ടനും കേട്ടിട്ട് അത് ഉണ്ണി പാടിയത് നന്നായിട്ട്, അത് വെച്ചാൽ മതി. അതാണ് അതിൻ്റെ പിന്നിലുള്ള ചെറിയ കഥ. ഉജ്വൽ കുട്ടാ, നെക്സ്റ്റ് ടൈം എല്ലാം അലേർട്ടായിട്ട് പറഞ്ഞു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടണം, എല്ലാ ലിറിക്സും ഓർമ്മിക്കണം, ഗ്ലൂം വരരുത്, ഇതൊക്കെ ശ്രദ്ധിക്കണം ഇനി കേട്ടോ. അപ്പൊ ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് മോന് 96 ഔട്ട് ഓഫ് 100. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാനാ നമ്മളോട് പറഞ്ഞത്? മറക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ദിവസം നമുക്ക് ഓർത്തു വെക്കണം കേട്ടോ. ഉണ്ണിയങ്കിൾ, ഇനി നമ്മൾ ഇത്ര നേരം പാട്ടൊക്കെ കേട്ടു. ഇനി കുറേ സമയം വർത്താനത്തിന് ശേഷമേ നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റൂ. കാരണം ആരാണ് വരാൻ പോകുന്നത്? ഒരു ലിറ്റിൽ ഏഞ്ചലാണ്. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇന്നൊരു വലിയ ചേട്ടനെ പോലെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുക. ഓക്കെ, അതെ, ലെറ്റ്സ് വെൽക്കം ആദികേഷ് ഓൺ സ്റ്റേജ്. പേരെന്തുവാ ചേട്ടാ? അങ്ങനെ വിളിക്കില്ലേ, നാണാ. എന്നാ ചേട്ടന്റെ പേരെന്നാ? സോളമൻ ആണോ? മറന്നുപോയി. സോനമ്മ ആസ്ഥാന ആനക്കാരനാണ്. ഇന്ന് ആനപ്പാട്ടല്ലെന്ന് തോന്നുന്നു. അതാണ് ആടാണ്. ഓ, ഇന്ന് സോളമൻ ചേട്ടൻ ആടിന്റെ പാട്ടാണോ പാടുന്നത്? ആണോ? അപ്പൊ ഇത് ആരാ പാടിയത്? ഇതിപ്പോ പാടാൻ പോണ ആദി. ശരിക്കും പാടിയതാരാ? തൊട്ട് കാണിക്കട്ടെ. ഓ, വെടിവെച്ചിട്ടു. മധുര ഓർമ്മയില്ലേ? എനിക്ക് കുറുമ്പനാടേ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്. അവൻ ഇങ്ങനെ തന്നെ പാടും കേട്ടോ. ടേക്കില് എങ്ങനെയായിരുന്നു ട്യൂൺ? പിന്നെ എങ്ങനെയാ കൊച്ചൊന്ന് ശരിക്കും പാടിയത്? ട്യൂൺ ഡി ഷാർപ്പിലാണോ? ഓക്കെ ഓക്കെ, ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ പഠിച്ചിട്ട് വരണ്ടേ? ഇത് ഡി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ മധു മനസ്സിലാവുന്നില്ല. അത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്കും ഈ ആയിരുന്നു, അത് ഞാൻ ഡി ഷാർപ്പാക്കി. ഓ, അത് ശരി, ഡി ഷാർപ്പാക്കി. ഇതെങ്ങനെയാ ഡി ഷാർപ്പിലുള്ള ട്യൂൺ എങ്ങനെയാ വരുന്നേ? ഒന്ന് പാടി കേക്കട്ടെ. അതെനിക്ക് തോന്നു പറ്റുന്നില്ല.
ഏതില്? തോന്നറിയില്ല. ട്യൂൺ അറിയില്ലേ? പിന്നെ എങ്ങനെ പാടും ഇപ്പൊ? പോയോ ആ മറന്നുപോയോ ട്യൂണ്? ആ ഏ മധുക്കളാ അതിന് കാരണം. എന്റെ ദൈവമേ. ഒന്ന് വെറുതെ പാടി നോക്കിക്കേ. ഇങ്ങനെയാണോ? വന്നല്ലോ, ഓർമ്മ വന്ന. വഴി മറന്നോ നീ? ആ ഓർമ്മ വന്നല്ലോ. ജസ്റ്റ് മിസ്സിന്. അതെ 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 അതെ. ഇത് ബേണി ഇഗ്നേഷ്യസ് അല്ലേ മ്യൂസിക് അല്ലേ? ആ നല്ല പാട്ടാട്ടോ മധു. ലിറിക്സോ? റിലിക്സ് അനിൽ പനച്ചൂര സാർ. സിനിമ? അമ്മ മേരിക്കെന്റെ ഒരു കുഞ്ഞാട് 2010. 2010. അതെ. എന്താ ആനയെ നാട്ടിലേക്ക് മാറിയത്? ആനന്ന് ഞാൻ ഇച്ചു വിട്ട്. ആടിനെ അഴിച്ചു വിട്ടോ? ഒരു ചേഞ്ച് അല്ലേ? എന്നാ നമുക്ക് ഈ കുഞ്ഞാടിന്റെ പാട്ട് കേൾക്കാം അല്ലേ? ശരി ഓൾ ദ ബെസ്റ്റ്. ശരി സോളമൻ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. സോളമൻ ചേട്ടൻ. താങ്ക്സ്. ശരി. കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ? തേടുകയാണോ നിൻ കളിമേട്? ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും. കുഞ്ഞാടേ നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും. കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ? തേടുകയാണോ നിൻ കളിമേട്? ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും. കുഞ്ഞാടേ നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും. ചിറകിതനൊരു ചടി വല പൂകിയോ? നിറനാളോർത്തിതൊന്ന ചിത്രശലഭമേ. ചിറകിതലൊരു ചടി വല പൂകിയോ? നിറനാളോർത്തിതൊന്ന ചിത്രശലഭമേ. കന്യാവനപ്പൂവിതൊന്നു ചേരുള്ള ചിത്രമായി ആരവമീ വിധം കേണിടുന്നുവോ? കന്യാവനപ്പൂവിതൊന്നു ചേലുള്ള ചിത്രമായി ആരവമീ വിധം കേണിടുന്നുവോ? കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ? തേടുകയാണോ നിൻ കളിമേട്? ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും. കുഞ്ഞാടേ നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും. ആഹാ കലക്കിയല്ലോ, മിടുക്കനായിട്ട് പാടിയല്ലോ. ആദി, പുലി കുഞ്ഞാദിന്റെ ഫ്രണ്ടാണോ? പുലിക്കുട്ടനെ
കുഞ്ഞാദിന്റെ ഫ്രണ്ടാണോ? ആണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് കടിക്കുമ്പോൾ അത് കതിക്കും കേട്ടോ. കതിക്കൂല. കടിക്കും. ആദിനോട് ഭയങ്കര ഇഷ്ടമായെന്ന് കതിക്കൂല. കടിക്കും. അതെന്താ കൂട്ടാവാത്തെ? പുലിയില്ലേ, മൃഗമല്ലേ, അതുകൊണ്ടില്ലേ. അപ്പൊ ആട് മൃഗമല്ലേ? കടിക്കും. നിങ്ങളെയും കടിക്കും. ഞങ്ങളെയും കടിക്കുവോ? അപ്പൊ ആട് മനുഷ്യനാണോ? അത് പാവം ജീവിയല്ലേ, അതുകൊണ്ട് അതൊന്നും ചെയ്യൂല. പാവം ജീവിയാണോ? അതിനിടയ്ക്ക് പാടുന്നത് അതൊന്നു അതൊന്നു അതെങ്ങനെ പാടിയ? ആടുന്നു ആടുന്നു തേൻ കുരുന്നുകൾ. മധു, ഒരു കാര്യം ഉണ്ട് കേട്ടോ. മ്യൂസിക്കലി നമ്മുടെ ആദി ഒരു വല്ലഭനാണ് കേട്ടോ. അതെ അതെ, വല്ലഭൻ. വല്ലഭൻ. വല്ലഭനും അല്ല, വല്ലഭൻ. വല്ലഭൻ. അത് ഈ ചിറകിതുള്ള ഒരു അങ്ങനെ പാടിയില്ലേ, അത് ആ നോട്ട്സ് ഇഷ്ടം. ഈസിയല്ല. അതുപോലെ മധുരിമ നനവിൽ അല്ലേ, അത് പെട്ടെന്ന് കിട്ടൂല. അതെ. പക്ഷെ ആദിക്ക് ടക്ക എന്ന് പറഞ്ഞ് കിട്ടി. എങ്ങനെ കിട്ടി? ടക്ക അങ്ങനെ പറഞ്ഞ് കിട്ടി. പിന്നെ കന്യാവനം എന്ന് പാടിയില്ലേ, അത് അങ്കിളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടോ. അതെങ്ങനെയാണ് കന്യാവനം പാടിയത്? കന്യാവനം പൂവിടുന്നു ചേലുള്ള ചിത്രമായി ആരവമീവിധം കേണിടുന്നുവോ. കന്യാവനം പൂവിടുന്നു ചേലുള്ള ചിത്രമായി ആരവമീവിധം കേണിടുന്നുവോ. ആദ്യം ആരാ നീനുട്ടാ? ആരാ മധു? ആദിയുഷസന്ധ്യ പൂത്തതിവിടെ. സൂപ്പറായല്ലോ, അടിപൊളിയായിട്ട് പാടി. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കണേ? എങ്ങനെയാന്ന് പറ. ഇതൊക്കെയാണ് വലിയ കാര്യം. ഇപ്പൊ പറഞ്ഞില്ലേ, ആ ചരണമൊക്കെ തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു. മധുരിമ മഴ നനവിൽ വാർന്നുവോ, അതുപോലെ തന്നെ ഇപ്പൊ പഠിപ്പിച്ച ഭാഗങ്ങള് കന്യാവനം, അതൊക്കെ നല്ല രസമായിട്ട് പാടി. മധുങ്ങളുടെ ഒരു കുഞ്ഞു വേർഷൻ പാടിയ പോലെ തോന്നി. അങ്ങനെ തോന്നി. അതെ 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 അതെ, കൊള്ളാം, മിടുക്കൻ. കാലക്കി ആദിക്കുട്ടാ ഗംഭീരമായി പാടിയല്ലോ. മധുക്കുട്ടൻ ഗംഭീരമായിട്ട് പാടി വെച്ചത് വളരെ പുഷ്പം പോലെ പാടി അല്ലേ, എഫേർട്ട്ലെസ് ആയിട്ട് പാടി. അതെ അതെ, നോട്ട്സ് ഒക്കെ എന്ത് രസമായോ ടച്ച് ചെയ്യുന്നതൊക്കെ. എനിക്ക് കുട്ടൻ പറഞ്ഞ ആ പോർഷൻ തന്നെ എനിക്ക് ഇഷ്ടമായി. ആടുന്നു 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 നല്ല ബ്യൂട്ടിഫുൾ ആയി പാടിയാണ്. ഈ പാട്ടാരോ സെലക്ട് ചെയ്തെന്ന് മോനെ? കൃത്യമായി പഠിച്ചു പാടി. പാട്ട് പാടുവോ? അമ്മ പാടാതെ രണ്ട് ലൈൻ അമ്മയുടെ കേട്ടാലോ? അമ്മ പാടാതിരിക്കുന്നതാണോ? ഒന്ന് കേൾക്കാം, നമുക്കൊന്ന് അമ്മയുടെ പാട്ട് കേൾക്കാം. ഇത് തന്നെ പാടാം. ഇത് തന്നെയാണോ? വേറെ പാട്ട് പാടിയ അത് പഠിപ്പിച്ചത് ഇപ്പൊ അതേ ചേച്ചിക്ക് ഓർമ്മയുള്ളൂ. എന്നാ ശരി, ഓക്കെ. എന്നാ ഇതിന്റെ പല്ലവി. കുഞ്ഞാടി കുറുമ്പനാടി വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും, കുഞ്ഞാടി നിൻ കൂട്ടാവില്ല പുലിയൊരു ഇത്രയും മിടുക്കിയായിട്ട് പാടുന്ന ആളാണല്ലേ ആദിക്കുട്ടൻ. ഇങ്ങനെ പാടുന്ന അച്ഛൻ പട്ടാളത്തിലെ പാട്ടുകാരൻ, അമ്മ വീട്ടിലെ പാട്ടുകാരി. പാടാറില്ലേ? പാടാൻ തൊണ്ടയ്ക്ക് എന്തോ പറ്റി, പാടിക്കൊണ്ടിരുന്നായിരുന്നു. ഒരു 22 വയസ്സായപ്പോ തൊട്ട് സൗണ്ട് അങ്ങ് അടഞ്ഞു പോവാ, പാടാൻ പറ്റുന്നില്ല ഇപ്പൊ. നമുക്ക് അമ്മയും മോനും കൂടെ ഒന്നിച്ച് പാടിയാലോ ഈ പാട്ട്? സ്റ്റേജിലേക്ക് വരും. യെസ്. പാടാ നമുക്ക് സോളമൻ ചേട്ടാ. ഓക്കെ. കുഞ്ഞാടി കുറുമ്പനാടി വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും, കുഞ്ഞാടി നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും, കുഞ്ഞാടി
സൂപ്പർ സൂപ്പർ. അഞ്ജു, ഞാനൊരു കാര്യം പറയട്ടെ, പാടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ശരി സർ. ഇവിടെ ശബ്ദത്തിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതെ, ഒരു അടപ്പമില്ലല്ലോ. നല്ല രസമുണ്ട്. അച്ഛൻ ഇരിക്കുന്നു. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ താഴെ ഇരുന്ന് കേൾക്കുക പാട്ട്. വീട്ടിൽ ഡുവേറ്റ് പാടാറുണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ അച്ഛൻ പാടിപ്പിക്കാറില്ലേ? ഞങ്ങള് പാടി പാടി തന്നെയാ കണ്ടത്. ആണല്ലേ? അതെങ്ങനെ? അങ്ങനെയാണ്. അതെന്താ അതിന്റെ കഥ? അതല്ല, അത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഇന്റർസോൺ യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് അച്ഛനെ കൂടെ വിളിച്ചു ചോദിക്കാലോ. അച്ഛനെ വിളിക്കൂ. അച്ഛാ വരൂ. എന്താ പേര്? ശാന്തരാജ്. ശാന്തരാജ്. ഉഗ്രൻ സിംഗറാ. സൂപ്പർ പാട്ടുകാരനല്ലേ? ഗംഭീര സിംഗറാണ്. പാട്ടിലൂടെ വന്ന ആ പ്രണയത്തിന്റെ കഥ ഒന്ന് പോരട്ടെ. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന്റെ സൗത്ത് സോണിന്റെ പ്രാക്ടീസ് ട്രിവാൻഡ്രത്ത് നമ്മുടെ സ്റ്റുഡൻറ് സെന്ററിൽ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനന്ന് 3 ഇവന്റിനുണ്ടായിരുന്നു. ഫോക്ക് ഓർക്കസ്ട്ര, പിന്നെ ലൈറ്റ് മ്യൂസിക്, പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അഞ്ജുവിന് യൂണിവേഴ്സിറ്റിയിൽ ഒപ്പനയ്ക്ക് 3 വട്ടം ഫസ്റ്റാണ് യൂണിവേഴ്സിറ്റിയിൽ. ഒപ്പനയ്ക്ക് മണവാട്ടിയായിരുന്നോ? അല്ലല്ല, സിംഗറാണ്. സിംഗറാണ്. അപ്പം അങ്ങനെ സെലക്ട് ആയി വന്നത്. അപ്പൊ ഞങ്ങളെ ഗ്രൂപ്പ് ഐറ്റംസിനെല്ലാം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ അങ്ങനെ പ്രൊസീഡ് ആയി, കല്യാണമായി. അത് ശരി. അപ്പൊ ഡ്യുവറ്റ് പാടാറില്ലേ? ഡ്യുവറ്റ് തൊണ്ട രണ്ടുപേർക്കും തൊണ്ട പ്രശ്നമോ? ഇതുവരെ പാടിയിട്ടില്ലേ? ഡ്യുവറ്റ് പാടിയിട്ടില്ലേ? എവിടെയും പാടിയിട്ടില്ലേ? ഇല്ല. പാട്ടുകാർ തമ്മിൽ പ്രണയം, പക്ഷെ പാടിയിട്ടേ ഇല്ല. ഇത്രയും വർഷമായിട്ട് പാടിയില്ലേ? ഒരു ഡ്യുവറ്റ് പോലും പാടാത്ത ദമ്പതികളോ? അത് ഞങ്ങളാണ്. അപ്പൊ സാരമില്ല, അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്താട്ടെ. ഇപ്പൊ ദമ്പതികൾക്കും മകനും നമ്മുടെ കുഞ്ഞിനും എല്ലാവർക്കായിട്ട് പോരട്ടെ അങ്ങനെ ഒരു മധുര മഴ. കുഞ്ഞാടേ കുറുമ്പനാടേ വഴി മറന്നോ നീ, തേടുകയാണോ നിൻ കളിമേട്, ചെങ്ങാതിക്കൈ പുൽകാതെ പെരുവഴിയാകും, കുഞ്ഞാടേ നിൻ കൂട്ടാവില്ല പുലിയൊരു നാളും. താങ്ക് യു. കൈ പിടിച്ചു പൊക്കോ. ഇപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള് വരാൻ പോവാണ്. അത് ആരാണെന്ന് എം ജെ ഞങ്ങൾക്ക് അറിയോ? ഒരു വൈറൽ താരമാണ്. ആണ്. 4 മില്യൺ വ്യൂസ് ആണ്. അതെ, റോബിൻ സിംഗ് അല്ല, റോബിൻ സെയിൻ. റോബിൻ സെയിൻ ആണ് വരാൻ പോകുന്നത്. വന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. ലെറ്റ്സ് വെൽക്കം റോബിൻ സെയിൻ ഓൺ സ്റ്റേജ്. ഹായ് റോബിൻ. ഹായ് സർ. സുന്ദരനാണ്, സുസ്മേരവദനാണ്, നല്ല ചിരിയാണ്, നല്ല ചിരിയാണ്, സ്റ്റൈലനാണ്. സ്റ്റൈലൻ. വൈറൽ സ്റ്റാറും ആണ്. വൈറൽ സ്റ്റാർ. ആ 4 മില്യൺ വ്യൂസിനെ കുറിച്ച് പറയാമോ? അതായത് അന്ന് നോമ്പായിരുന്നു എനിക്ക്. അപ്പൊ പെട്ടെന്ന് ഇത്താത്ത പറഞ്ഞൊരു പാട്ട് പാടാന്. അപ്പൊ അങ്ങനെ പാടിയതാണ്. എന്റെ മനസ്സിൽ വന്നത് അങ്ങനെയുള്ള ഒരു പാട്ടാണ്. അതേത് പാട്ടായിരുന്നു? ഞാൻ കാലിക്കറ്റ് വടകര. അന്ന് പപ്പാന്റെ ഇത്താത്ത എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി നോമ്പ് തുറ, അതിന്റെ ഇടക്കായിരുന്ന ഒരു പാട്ട്. മോന് അസ്ഥിലായിട്ട് പാട്ട് പാടാൻ പറ്റും കേട്ടോ, ഒരു സംശയമില്ല. അതെ അതെ, അതിനകത്ത് കാണാൻ പറ്റും. അതെ അതെ. ടോപ്പ് സിംഗറിന് ഓഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ്. വന്നിട്ടുണ്ടായിരുന്നു. അഗൈനിയുടെ ഫ്രണ്ടാണ്. അതെ, ഫ്രണ്ടാണ്. ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഒരുപാട് കണക്ഷൻ. ഇപ്പൊ എത്രല്ല പഠിക്കണേ? ഇപ്പൊ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ GVHSS മടപ്പള്ളി. പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്, പഠിക്കുന്നുണ്ട്. 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. പക്ഷെ കൊറോണയും പിന്നെ RDC ഡൽഹി, അതായത് ഒരു ക്യാമ്പായിരുന്നു. രാഷ്ട്രപതിയുടെ അടുത്ത് പോകാനുള്ള ഒരു ഭാഗ്യം. അതെ, കൾച്ചറൽ പ്രോഗ്രാം, അതും പാട്ടിന് തന്നെയാണുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. എന്നാലും മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ. ആരെടുത്ത പഠിക്കണേ പാട്ട്? ഞാൻ ഭാവന പുഷ്പരാജ്, അതായത് റിതമിക്ക് വില്യാപ്പള്ളി. ഇപ്പൊ ഇത്രയും വൈറൽ താരമായിട്ട് മാറിയില്ലേ? അപ്പൊ എന്താ തോന്നണേ? സന്തോഷമുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയും? ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. സ്കൂളിലും എല്ലാവരും സപ്പോർട്ടാണ്. എന്റെ ഒരു അധ്യാപകനുണ്ട്, പ്രധാന അധ്യാപകൻ ഗഫൂർ മാഷ്. അദ്ദേഹം കവിതയും എല്ലാം പാടും. ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഒരു പാട്ട് പാടിത്തരോ? പാടിത്തരാം. ദേവി എന്ന് പറയുന്ന പാട്ട് പാടാം. ഞാൻ ഗന്ധർവനിലെ. ഞാൻ ഗന്ധർവനിലെ. ദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയോ ഗന്ധർവ വീണയാകൂ നീ ദേവി. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമാ നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം ഗമരി റിമ പനി ധനിമ പനി സാനി സരി സനി
പമ പമ നിസ നിസരി മപ നിസരി മപ സാഗരങ്ങൾ മീട്ടും സോപാനഗീതമാ നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം തരളമാം സലഭങ്ങളായി നുകരാൻ നീ വരൂ മന്ദം ദേവി. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, വെരി നൈസ്, സബാഷ്. അപ്പൊ പാട്ട് പഠിച്ചോണ്ടേയിരിക്കട്ടെ, പാടിക്കൊണ്ടേയിരിക്കൂ, ഒരുപാട് ആരാധകര് വന്നോണ്ടേയിരിക്കട്ടെ, എല്ലാം നന്നായിരിക്കട്ടെ. അപ്പൊ അനിയത്തിയുണ്ട് അല്ലെ? ചേച്ചിയല്ലേ? ചേച്ചിയാണോ അനിയത്തിയാണോ? അനിയത്തി. അപ്പൊ ഇത്താത്താന്ന് പറഞ്ഞാൽ അനിയനുണ്ട്. അതെ, എനിക്ക് ഒരു അനിയനും ഒരു അനിയത്തിയാണ്. അനിയത്തിയാണോ? അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അനിയന്റെ പേരെന്താ? അനിയന്റെ പേര് ഫാസ് ഹയാൻ. അച്ഛൻ അമ്മ രണ്ടുപേരും വന്നിട്ടുണ്ട്. UN ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ജോലിയാണല്ലേ? മൊണസ്കോയില് വർക്ക് ചെയ്യുന്നു. അത് ഈസ്റ്റ് ആഫ്രിക്കയാണ്, ഉഗാണ്ടയാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. അത് UN മിഷനാണ്, പീസ് കീപ്പിംഗ് മിഷനാണ്. എങ്ങനെയുണ്ട് ഉഗാണ്ടൻ ലൈഫ്? അടിപൊളിയാണ്. വൈഫ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഇവനെ പ്രഗ്നന്റ് ആയത്. ഓ ശരി. അപ്പൊ പോരട്ടെ, ഇങ്ങനെ പാട്ടുകളായിട്ട് മുന്നോട്ട് പോരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പലപ്പോഴും വരണം. അല്ല, പലപ്പോഴും ഹിന്ദു ഡിവോഷണൽ സോങ്സ് ആണല്ലോ പാടുന്നത് ഇപ്പൊ പലപ്പോഴും. അതെന്താ അങ്ങനെ? കാരണം ഞാൻ ചെറുപ്പം മുതലേ ക്ഷേത്രത്തിന്റെ അടുത്തായിരുന്നു അടുത്താണ് വീട്. മണ്ഡലകാലത്തൊക്കെ അയ്യപ്പ ഭക്തിഗാനൊക്കെ കേൾക്കാലോ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് അയ്യപ്പ ഭക്തി ഗാനങ്ങളില് അറിയാവുന്ന ഒരു പാട്ട് കേക്കട്ടെ, 2 ലൈൻ. മുത്തപ്പന്റെ പാട്ട് പാടിയാൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് മുത്തപ്പന്റെ പാട്ടെങ്കിൽ മുത്തപ്പൻ. എന്റെ നെഞ്ച് കൊട്ടി പടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിയണയത് കേട്ട് കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുമ്പിൽ എന്നും മീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ എന്റെ നെഞ്ച് കൊട്ടി പടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിയണയത് കേട്ട് കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുമ്പിൽ എന്നും മീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. വെരി നൈസ്, വെരി വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. നന്നായി പാടി. പാട്ട് പഠിത്തൊക്കെ നന്നായി പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മീനുട്ടി, എന്തോ ഇപ്പൊ മീനൂട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു, ഇവിടെയൊക്കെ ഇങ്ങനെ പറയണ കേട്ടു. എന്തായിരുന്നു എന്താണ് ആഗ്രഹം? എന്തായിരുന്നു ആഗ്രഹം? ഒരു ഡുവറ്റ് കേൾക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. ആ ഡ്യുവറ്റ് കേൾക്കണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട്. നമ്മുടെ എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ആഗ്രഹം. സോളോനോട് ഇത്ര ദേഷ്യം? അത് ദേഷ്യമൊന്നുമില്ല, അതെന്താന്നറിയോ, എനിക്ക് പ്രേമം പ്രണയം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ഹലോ, എന്റെ മോളിപ്പോ സോളോ മതി, ഡ്യുവറ്റ് വേണ്ട. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെന്താന്നറിയോ, സോളോ ആവുമ്പോ ഇനി പാട്ട് കേൾക്കും, പാട്ടിനെ പറ്റി ഒന്നും അറിയത്തില്ലോ. പക്ഷെ ഡ്യുവറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ സീസണിലെ ആൾക്കാരൊക്കെ വരും. അപ്പൊ എനിക്ക് അവരെയും കാണാൻ പറ്റും. പണ്ടത്തെ സീസണിലെ ആൾക്കാരൊക്കെ വരും. അല്ല, എല്ലാരും വരുമല്ലോ. അപ്പൊ രണ്ടുപേരും പാടുന്നത് നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഡ്യുവറ്റിനോട് ഇഷ്ടം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മീനൂട്ടൊരു ആഗ്രഹപ്രകാരം ഇന്ന് നമുക്ക് സീസൺ 4 വിന്നർ ഉണ്ട്. ആരായിരുന്നു ദ്രൗപദി. ദ്രൗപദി എല്ലാവർക്കും ഓർമ്മയുള്ള ആളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പ് 6ന്റെ സ്വന്തം ആക്കേതിക്കുട്ടി. എന്താ വേണ്ടത്? മതി, ഉണ്ണിയങ്ങൾ മാത്രമേ എന്നോട് ഒരു സ്നേഹമുള്ളൂ. താങ്ക് യു ഉണ്ണിയങ്ങൾ. ഇനി ഉണ്ണിയങ്ങളും കൂടെ എന്നെ തെറ്റിദ്ധരിക്കാനുള്ളൂ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ആക്കേതി ആൻഡ് ദ്രൗപദി ഓൺ സ്റ്റേജ്. രണ്ടുപേരും പട്ടുപാവാടയൊക്കെ ഇട്ടാണ്. ഒരേ കളർ, ഏകദേശം ഒരേ കളർ. വെൽക്കം ദ്രൗപദി പട്ട. ഹലോ. Hi sir. Hi Draupadi. Hi sir. How are you? I'm fine. നമ്മുടെ രാഷ്ട്രപതിയുടെ പേരല്ലേ അതെ, ദ്രൗപദി? അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതെ. കൃഷ്ണയെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലാരും എന്നെ മുർമൂന്ന് വിളിക്കലുണ്ട്. ആണോ? മുർമു. ഓക്കെ. പ്രസിഡന്റിന്റെ പേര് അവരുടെ പേരായതുകൊണ്ട്. കൃഷ്ണ എന്ന് പറഞ്ഞാലും ദ്രൗപദിയാണ്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റി? കൃഷ്ണനല്ല, കൃഷ്ണ എന്ന് പറഞ്ഞാൽ
അപ്പുറത്തെ ഒരാൾ ഇപ്പൊ ഉണ്ട്, അഖൈതി. ഒന്നും അറിയാത്ത മാതിരി നിൽക്കുന്നുണ്ട്. അതെ. ഇതുപോലെ പേര്, ഈ പേരുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ കണ്ടിട്ടില്ല അഖൈദിന്ന്. അപ്പോ ദ്രൗപദിയും അഖൈദിയും കൂടെ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? തത്തക തത്തക. തത്തക 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 തത്തക. ഇത് എം ജെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മളിതിനെ ഈ പാട്ടിനെ പറ്റി. അതെ, അതെ. അതെ അതെ. എന്ത് കോയിൻസിഡൻസ് അല്ലേ? അതെ, അതെ. അപ്പോഴത്തേക്ക് ആ പാട്ട് വന്നു. ഓ മൈ ഗോഡ്. Yes. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതെ, അപ്പൊ എം ജെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഈ പാട്ട് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. വർഷം 2006. പാടിയത് MG സാറും മച്ചാട്ട് വാസന്തി മാം. Yes. പിന്നെ മ്യൂസിക് ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ മാസ്റ്റർ. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. Yes. 2006 സിനിമ വടക്കുന്നാഥൻ. അതിന്റെ സ്ക്രിപ്റ്റും ഗിരീഷേട്ടനാണ് ചെയ്തിരിക്കുന്നത്. ഓ വെരി ബ്യൂട്ടിഫുൾ സിനിമ. ലാലേട്ടൻ അതെ. ഓഫ് കോഴ്സ്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അപ്പൊ നന്നായിട്ട് പാടണേ. ഓക്കെ, Okay, all the best. താങ്ക് യു. ആളകമ്പടിയോടും മേളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചക്കൻ വരുന്നു തത്തേ. നീളെ നീളെ തോരണങ്ങൾ, മാല പോലെ അലങ്കാരങ്ങൾ, ആളിമാരു താടിപ്പാടാൻ അരിയ തത്തേ. തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. മഴയുടെ പവിഴമെടുക്ക, നിളയുടെ വളകളൊരുക്ക, മഴയുടെ പവിഴമെടുക്ക, നിളയുടെ വളകളൊരുക്ക. കാവിൽ വയ്ക്കും മണിക്കൈ വിളക്കേ. തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം.
തത്തക 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 തത്തകളിത്തിത്തൊത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. മഴയുടെ പവിഴമെടുക്കാം, നിലയുടെ വളകളൊരുക്കാം. മഴയുടെ പവിഴമെടുക്കാം, നിലയുടെ വളകളൊരുക്കാം. കാവിൽ വയ്ക്കും മണിക്കൈയിൽ വിളക്കേ. തത്തക 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 തത്തകളിത്തിത്തൊത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. നൈസ് നൈസ്. താങ്ക് യു സർ. ദ്രൗപദീസ് എന്ത് സർ? നീറ്റ് സിംഗിങ്. താങ്ക് യു സർ. നല്ല ശബ്ദം. അതെ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ദ്രൗപദിയുടെ പാട്ട്. അപ്പൊ ആ സമയത്ത് ഞാനും കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ. താങ്ക് യു സർ. കുഴപ്പമില്ല, എല്ലാത്തിനും അതിന്റെ ഒരു സമയമില്ലേ ദാസ അല്ലേ? അപ്പൊ അതുപോലെ എനിക്ക് ഇപ്പോഴാണ് ആ ഭാഗ്യം കിട്ടണേ. അകൈതിക്കുട്ടി, എന്തോ? എനിക്ക് ആ തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. അതിങ്ങനെ പെറുക്കി പെറുക്കി പാടില്ലേ? ആ, അതിനിവിടെ ഒരു ഒപ്പിട്ടെ. ഇവിടെ ഒപ്പിട്ടിട്ട് എന്താ കാര്യം? അല്ല, അത് ഒപ്പാണ് ശീലം പിന്നെ വെക്കാതെ. വാക്കായിട്ട് പറഞ്ഞത്. എന്നാ കൈയടിക്കൂ. കൈ അവരടിക്കരുത്. പ്രേക്ഷകര് മൊത്തം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കൈയടിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒപ്പിട്ടു, ഒരു ഒപ്പിട്ടു. ഇനി മഴയുടെ പവിഴമെടുക്കാം, അത് ഒപ്പിടണോ? അത് ഇതുവരെ പോകുന്നുള്ളൂ, ഒരു ഇഞ്ച് ഇപ്പുറത്തെ നിൽക്കുന്നുള്ളൂ, താഴോട്ട് പോകണില്ല. അതിന്റെ കാരണം എന്താ? അത് കുറച്ചും കൂടെ അത് പെറുക്കി പാടുന്നതാണ്. അതൊന്ന് പാടാമോ? മഴയുടെ പവിഴമെടുക്കാം. അവിടെ കണ്ട ഒരു സരിഗമ ജർക്ക് വരുന്നുണ്ട് അവിടെ. മഴയുടെ പവിഴമെടുക്കാം. മഴയുടെ പവിഴമൊരുക്കാം. തര 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 തര. മഴയുടെ പവിഴമെടുക്കാം. എന്താ ഒരു അതില് നോട്ട്സ് ഒക്കെ ഒന്ന് തെറിച്ചു പോകുന്നുണ്ട്. അതൊരു ക്യാച്ച് വരാണ് ഇവിടെ. ഒരു ക്യാച്ച് വരുന്ന പോലെ. അതെ അതെ അതെ. അടുത്തത് നിളയുടെ വളകളൊരുക്കാം. അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും നിളയുടെ വളകളൊരുക്കാം. നിളയുടെ വളകളൊരുക്കാം. നിളയുടെ വളകളൊരുക്കാം. നോട്ട്സ് ഇങ്ങനെ തെറിച്ചു പോകാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ ശ്രീകല പോലെ ഉദിക്കണ നേരമായി, അതെങ്ങനെയാ? നീ മണിമംഗല കുങ്കുമമീ തൊടുനെറ്റിയിലിട്ടൊരു ശ്രീകല പോലെ. അത് നല്ല ബ്രത്ത് എടുത്തു കഴിഞ്ഞാലേ ആ ഫ്രേസ് കംപ്ലീറ്റ് ആയിട്ട് പാടാൻ പറ്റുള്ളൂ. നല്ലൊരു ബ്രത്ത് എടുത്തിട്ട് പാടിക്കേ. അത് ദ്രൗപദി പാടിയപ്പോഴത്തേക്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. പാടിയേ. ഫുൾ ബ്രത്ത്, ഫുൾ. നീ മണിമംഗല കുങ്കുമമീ തൊടുനെറ്റിയിലിട്ടൊരു ശ്രീകല പോലെ ഉദിക്കണ നേരം. അല്ല, അങ്ങനെ എടുത്താൽ കിട്ടൂല. ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ദ്രൗപദി എടുത്തിട്ടുണ്ട്. അതെവിടെ എടുക്കണേ? ദ്രൗപദി ഒന്ന് പാടാമോ? തിരുവാതിര ചന്ദ്രിക നീ വിരൽ തൊട്ടു വിളിച്ചൊരു പൂവിതൾ പോലെ വിരിഞ്ഞൊരു നീരമാ. ഇതിനിടയ്ക്ക് ശ്വാസം എടുത്തല്ലോ നേരത്തെ പാടിയപ്പോ. ആ മൂന്നാമത്തെ ഫ്രേസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കാം. കമോൺ, വൺ മോർ. നീ മണിമംഗല കുങ്കുമമീ തൊടുനെറ്റിയിലിട്ടൊരു ശ്രീകല പോലെ ഉദിക്കണ നേരമാ. ബെറ്റർ ആണ്. അതെ. അപ്പോൾ എവിടെ ശ്വാസം എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ പുഴ പാടണ പാട്ടുകൾ, അവിടെയും ഇതുപോലത്തെ ഒരു ക്രാക്ക് വന്നു. ഒരു പ്രശ്നം വന്നു. അതെന്ത് പറ്റി? ഒരു ഗ്ലിച്ച്. ഒരു ഇതല്ലേ വോയിസ്. അത് സാരമില്ല. പക്ഷെ ഈ ഇങ്ങനെയുള്ള ലോങ് ഫ്രേസസ് രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകളിൽ ഒരുപാട് സ്ഥലത്തുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടിപ്പോവും. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്ത് ഒരു ട്രിക്ക് കണ്ടെത്തി ലൈവായിട്ട് പാടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അകൈതി. അപ്പോൾ ചില ഭാഗങ്ങൾ വളരെ നന്നായിരുന്നു, ചില ഭാഗങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, തിരിച്ച് കയ്യിൽ എടുത്ത് പിടിക്കാൻ പറ്റണം നമുക്ക് കേട്ടോ. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ഉണ്ടാവട്ടെ. ഹായ് അകൈതിക്കുട്ടി. ഹായ്. ആൻഡ് ദ്രൗപദി. എന്ത് സർ? ദ്രൗപദിയുടെ വോയിസ് നല്ല സുഖമുണ്ട് കേൾക്കാൻ കേട്ടോ. താങ്ക് യു സർ. വെരി ബ്രൈറ്റ് ആൻഡ് ക്ലീൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് അകൈതി. താങ്ക് യു സർ. അകൈതി, അപ്പൊ ഈ ലിസ്പ് ഒന്ന് നോക്കണം കേട്ടോ. ആ പിടുത്തം വരുന്നില്ലേ, അത് മധു അതൊന്ന് പാടിക്കൊടുക്കും. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല തോന്നുന്നു. മഴയുടെ പവിഴമെടുക്കാം, നിളയുടെ വളകളൊരുക്കാം. അതൊരു ഉടക്കൽ ഞാൻ നോട്ട് ചെയ്ത കാര്യം. നിളയുടെ വളകളൊരുക്കാം, മഴയുടെ പവിഴമൊരുക്കാം. പാടിയൊക്കെ പവിഴമൊരുക്കാം. അവിടെ ഒരു പുഷ് കൊടുത്താൽ മതി.
മഴയുടെ പവിഴമിടും മഴയുടെ മഴയുടെ പവിഴമിടുക്ക രണ്ടുപേരും മഴയുടെ പവിഴമെടുക്കാം മഴയുടെ പവിഴമിടുക്ക നിളയുടെ വളകളൊരുക്കാം നിളയുടെ വളകളൊരുക്ക നിളയുടെ വളകളൊരുക്കാം നിളയുടെ വളകളൊരുക്ക ടങ് ട്വിസ്റ്റർ ആണ് അത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് ചരണത്തിൽ മിസ്സായത് ഒരു വോയിസ് ക്രാക്ക് മാതിരി വന്ന് അതും ഒന്ന് ശ്രദ്ധിക്കണം മോളെ. അതർവൈസ് കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു രണ്ടാളുടെയും കോമ്പിനേഷനും. താങ്ക് യു സർ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ദ്രൗപദി കുട്ടി, എന്തോ സർ? അഖൈതി കുട്ടി, എന്തോ നിങ്ങൾ രണ്ടുപേരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ട് ചെയ്ത് പാടി, വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പിന്നെ ദ്രൗപദിയുടെ ശബ്ദം ഇപ്പൊ ഇത്തിരി കുറച്ച് ഇപ്പൊ എത്രയിലായി, ഇപ്പൊ എന്തായി പഠിക്കണേ? ഞാൻ +1 കഴിഞ്ഞു. +1 കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് നല്ല വോയിസ് ഒന്ന് മെച്ചുവേർഡായി, പണ്ടത്തെക്കാളും നല്ല ഒന്നും കൂടി ഭംഗിയുള്ള ശബ്ദമായി മാറി താങ്ക് യു സർ. കേട്ടോ. അതുപോലെ തന്നെ പാട്ടും വളരെ മനോഹരായിരുന്നു പാടിയത് താങ്ക് യു. കേട്ടോ. അഖൈതി കുട്ടി, എന്തോ MJ അങ്കിളും ഉണ്ണിയങ്കിളും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്രെത്ത് കൺട്രോളിന്റെ കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ പുഴ പാടണ അവിടെ അതൊന്ന് പാടിയ കേൾക്കട്ടെ. അവിടെ എന്തായിരുന്നു? ഈ പുഴ പാടണ പാട്ടുകൾ നീ ഈ പുഴ പാടണ പാട്ടുകൾ നീ ശ്രുതി ചേർത്തു മിനുക്കിയതേ മൊഴി കൊണ്ടു തലോടണ രീണമാ. അതൊന്നുകൂടി പ്ലാൻ ചെയ്താൽ കുറച്ച് നന്നായി പാടാൻ പറ്റും. നെയ് കഴിഞ്ഞിട്ട് ബ്രത്ത് എടുത്താലാണ് നല്ലത്. അതെ, തേൻമൊഴിയിൽ ബ്രത്ത് ഇടയിൽ breath എടുക്കരുത്. തേൻ മൊഴി രണ്ടും രണ്ടായി പോകും. അതെ അതെ. നീ കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നാവും. ആ നീ കഴിഞ്ഞിട്ട് ബ്രത്ത് എടുത്ത എവിടെ? ഈ പുഴ പാടണ പാട്ടുകൾ നീ നീ കഴിഞ്ഞിട്ട്. അങ്ങനെ പാടിക്കോ. ഈ പുഴ പാടണ പാട്ടുകൾ നീ ശ്രുതി ചേർത്തു മിനുക്കിയതേ മൊഴി കൊണ്ടു തലോടണ രീണമാ. That's it. എത്തുന്നുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട്. ഇന്റലിജന്റ് ആയിട്ട് അത് കണ്ടാൽ മതി, ഈസിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി. ഓക്കെ. തത്തക്ക നല്ല രസമായിരുന്നു. അതെ, അതും Thank you, sir. Outstanding ആയിരുന്നു. അതിൽ തരികിടയില്ലായിരുന്നു. നല്ല തകയായിരുന്നു. നന്നായിരുന്നു sir. കേട്ടോ. അങ്ങനെ തന്നെ പാടണം കേട്ടോ. പിന്നെ ഈ പാട്ട് MJ അണ്ണനോട് പാടിയിരിക്കുന്ന ആദ്യത്തെ ആഡ്ലിപ്പില്ലേ, ആ പോർഷൻ പാടിയിരിക്കുന്ന മച്ചാട്ട് വസന്തി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഭയങ്കര മോനേന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തിൽ അമ്മ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, മണിമാരൻ. ലൈൻ കേൾപ്പിക്കാം. മണിമാരൻ. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് പോണ്ടേ? ഈ ഒരു സോങ്ങിന് മോൾക്ക് കിട്ടുന്നത് 96.75 ഔട്ട് ഓഫ് 100. Thank you, sir. അവർ രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അഖൈതി കുട്ടിക്ക് ഇനിയും കുറെ മാർക്കൊക്കെ കൂടുതൽ മേടിക്കണം നമുക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ദ്രൗപദി ഇടയ്ക്ക് വരണം കേട്ടോ. അതെ.